ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്ത. അവധിക്കാലത്തിന് വിട. അറിവിന്റെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് വിദ്യാർത്ഥികൾ. കിഴക്കൻ മേഖലയിൽ ആയിരങ്ങൾ അക്ഷരമുറ്റത്ത് പിച്ചവെച്ചു. പാലരുവി വെള്ളച്ചാട്ടം വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു നൽകി. സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് പാലരുവിയിൽ പ്രവേശനമില്ല. പ്രതിഷേധം ശക്തം. വിരമിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. സ്ഥലം മാറ്റിയത് പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിലെ ഫോറസ്റ്റർ രാജുക്കുട്ടിയെ. വാർത്തകൾ വിശദമായി. അറിവിന്റെ അക്ഷരമുറ്റത്ത് കിഴക്കൻ മേഖലയിൽ ആയിരങ്ങളാണ് ആദ്യമായി പിച്ചവെച്ചത്. പുത്തനെടുപ്പും ബാഗുമായി എത്തിയ പുത്തൻ കൂട്ടുകാർക്ക് സ്കൂളിലെ അനുഭവം വ്യത്യസ്തമായി. അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ചു കയറിയ കുരുന്നുകൾ ആകാംക്ഷയിലായിരുന്നു. അക്ഷരത്തിന്റെ ലോകത്തേക്ക് പ്രവേശിച്ച അവർ പുതിയ അധ്യാപകരെയും കൂട്ടുകാരെയും ലഭിച്ച സന്തോഷത്തിലുമായിരുന്നു. ബലൂണുകളും കളിപ്പാട്ടങ്ങളും കൂടി കണ്ടപ്പോൾ പല കുട്ടികളിലും ആഹ്ലാദം അണപൊട്ടി. കുരുന്നുകളെ സ്വീകരിക്കാൻ അധ്യാപകരും മുതിർന്ന കുട്ടികളും കൂടി എത്തിയതോടെ അവരിൽ ആകാംക്ഷയും വർദ്ധിച്ചു. ആവേശവും സന്തോഷവും അലതല്ലിയപ്പോൾ പ്രവേശനോത്സവം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. പൊട്ടിക്കരച്ചിലുകളും വിതുമ്പലുകളുമൊന്നും ഇത്തവണ കുട്ടികളിൽ നിന്ന് കാര്യമായി ഉണ്ടായില്ല. അക്ഷരലോകത്തേക്ക് പിച്ചവച്ച് കയറിയ കുട്ടികൾ ഇനി തങ്ങളുടെ ലോകം വിദ്യാലയമാണെന്ന തിരിച്ചറിവിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. പുനലൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം നെല്ലിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലാണ് സംഘടിപ്പിച്ചിരുന്നത്. അധ്യയന വർഷാരംഭത്തോടെ നിരവധി കുരുന്നുകളാണ് അക്ഷരമുറ്റത്തേക്ക് ആദ്യമായി പിച്ചവെച്ചത്. പുനലൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം നെല്ലിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. സ്കൂള് നമുക്ക് നല്ല നിലയിൽ നടത്തേണ്ടതുണ്ട്. അർപ്പണബോധത്തോടുകൂടി അധ്യാപകരുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടൂ. അതിന് അനുകൂലമായ ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളെല്ലാം ഉഷാറായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ആർജിക്കുന്ന അറിവ് കൊണ്ട് നമുക്കെല്ലാം അറിവുള്ളതുപോലെ നാം എല്ലാം ഇന്നിപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ മനുഷ്യൻ അറിവ് നേടി അത് തുടർന്ന് നമ്മുടെ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ള കാര്യമാണ്. മുതിർന്ന കുട്ടികൾ പുത്തൻ കൂട്ടുകാരെ മാലയിട്ട് സ്വീകരിച്ചു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ R. ഉണ്ണികൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് V. സജി അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർമാരായ സബിന സുധീർ, ഗ്രേസി ജോൺ, പുനലൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശ്രീദേവി, K. മായ, അജികുമാർ, PA അനസ്, ബാബു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പേപ്പർമിൽ സ്കൂളിലും വിപുലമായ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പുതുതായി 65 കുട്ടികളാണ് ഈ വർഷം സ്കൂളിൽ അഡ്മിഷൻ നേടിയത്. പ്രവേശനോത്സവം വാർഡ് കൌൺസിലർ അംജദ് ബിനു ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ 2 ക്ലാസ് റൂമുകൾ കുട്ടികൾക്ക് വേണ്ടി കെട്ടി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് പൂർത്തിയാക്കുന്നതാണ്. വീണ്ടും 2 ക്ലാസ് റൂമുകൾ കൂടി കെട്ടുന്നതിനെല്ലാം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഉടനെ തന്നെ അത് കിട്ടുന്നതായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് LP UP തലത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഫണ്ട് മുനിസിപ്പൽ തലത്തിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. PTA പ്രസിഡന്റ് ജയകുമാരി അധ്യക്ഷയായ ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ഗോപികാകുമാരി സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് പുതുതായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി സ്വീകരിച്ചു. നെടുങ്കയം നാസർ, സ്വപ്നാജി നായർ, ദിനേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂളാക്കി മാറ്റുക ഈ സ്കൂളിനെ എന്നതാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. സർക്കാർ 3 കോടി രൂപയാണ് നമ്മുടെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ
മികച്ച കെട്ടിടങ്ങളോ സ്കൂൾ ബസ്സോ മാത്രം മതിയോ? പിന്നെ എന്ത് വേണം? മികച്ച സ്കൂളിൽ എന്ത് വേണം? മികച്ച റിസൾട്ട് വേണം. PTA പ്രസിഡന്റ് ആർ പ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് വിക്ടോറിയ സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ് തിലകൻ, പുനലൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ്, പ്രിൻസിപ്പൽ റമീല ബീവി, ഷാജിമോൻ, സന്ധ്യ തുളസി, ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് പുത്തൻ കൂട്ടുകാരെ ആരംഭുന്ന LP സ്കൂളിലും സ്വീകരിച്ചത്. സെന്റ് ഗരേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പുനലൂർ രൂപതാ മെത്രാൻ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ഉദ്ഘാടനം ചെയ്തു. പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ പുനലൂർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുക്കണം. എവിടെ സമരമുണ്ടായാലും പുനലൂരിൽ പഠിക്കുന്ന, അത് ഈ സ്കൂളിലാകട്ടെ, ബോയ്സ് സ്കൂളിലാകട്ടെ, ഗേൾസ് സ്കൂളിലാകട്ടെ, ഒരു സ്കൂളിലും സമരത്തിന് ഞങ്ങളില്ല. കാരണം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വിടുന്നത് പഠിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത് വഞ്ചന എന്നാണ്, രാജ്യദ്രോഹമെന്നാണ്. കാരണം ഇവിടെ സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്ന അധ്യാപകർക്ക് പഠിപ്പിക്കുവാനുള്ള കടമയുണ്ട്, പഠിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്, പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. PTA പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ് ചടങ്ങിൽ അധ്യക്ഷനായി. ചെമ്മന്തൂർ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ ഇന്ന് എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഇന്ന് ഇവിടെ കിട്ടുന്ന സ്വീകരണമൊന്നും തന്നെ അന്ന് കുട്ടികൾക്കൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ കുട്ടികളെ ഈ സ്കൂളിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരവസരമുണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നിങ്ങൾക്ക് ലഡ്ഡുവും പൂക്കളും വിളക്കും എല്ലാം തന്ന് നിങ്ങളെ സ്വീകരിച്ചാണ് എത്തി. താലൂക്ക് സമാജം മാനേജർ N. മഹേശൻ, താലൂക്ക് സമാജം സെക്രട്ടറി അശോക് B. വിക്രമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. ഇടമൺ LP സ്കൂളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം വിദ്യാർത്ഥികൾക്ക് ആവേശമായി. ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മെഴുകുതിരി കത്തിച്ച് ദീപം തെളിയിച്ചാണ് പ്രവേശനോത്സവത്തെ സ്കൂൾ വരവേറ്റത്. ബലൂണുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കുരുന്നുകളെ അക്ഷരമുറ്റത്തേക്ക് വരവേൽക്കാൻ അധ്യാപകർ വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ R. രാജേഷ് അധ്യക്ഷനായി. തെമ്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നിറയെ സ്വപ്നങ്ങളുമായി ഒരു പുതിയ അധ്യയന വർഷം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഈ സ്കൂളിലേക്ക് എത്തിയ പുതുതലമുറയെ ഏറെ ആവേശത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ പുത്തൻ പ്രതീക്ഷകൾക്കും
സ്വപ്നങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ തന്നെ കർത്തവ്യം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവിൻ്റെ അദ്യാക്ഷരങ്ങൾ നേടുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് അയക്കുമ്പോൾ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് നമുക്കവരിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആണുള്ളത്. ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ വർഷം മുതൽ പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലം വരെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ആകമാനം മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശുഭ രാജി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർമാരായ ജെയിംസ് മാത്യു, സുനിൽ കുമാർ, SMC ചെയർമാൻ സജി സോളമൻ, നിസാമുദ്ദീൻ, ബി ഗോപിനാഥൻ നായർ, KG പുഷ്പകുമാരി, പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ജെയിംസ് മാത്യു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് V ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക KS ജയ സ്വാഗതം പറഞ്ഞു. തെമ്മല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ ശാലകളെല്ലാം ഇന്ന് വളരെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ ഒരു മേഖല എല്ലാ മേഖലകളിലും തഴച്ചു വളരുന്ന ഈ കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുക എന്ന യജ്ഞവുമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിനെന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാൻ പോകുന്നു, അത് മാറണം എന്നുള്ളത് തന്നെ. നമ്മുടെ നാട്ടിൽ ഞാൻ വളരെ വിനയത്തോടും പറയട്ടെ, ഞങ്ങളൊക്കെ പുനലൂരിൽ നടന്നുപോയി പഠിച്ച കൂട്ടത്തിലാണ്. നമുക്ക് ഇവിടെ ഹൈസ്കൂൾ എന്ന് പറയുന്നതില്ല. നമ്മുടെ നാട്ടിൽ പലരും നടന്നു പോകാനും ഒക്കാത്ത ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുമ്പോൾ 35 വർഷത്തിന് മുമ്പ് ആണ് നമ്മുടെ നാട്ടിൽ ഹൈസ്കൂൾ വരുന്നത്. ഒറ്റക്കല്ലുമില്ല, ഇടമണ്ണുമില്ല, തെമ്മലയില്ല, എങ്ങുമില്ല, പുനലൂർ മാത്രം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുനലൂർ മാത്രം. ഇതിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ UP ഉണ്ടൊക്കെ പലരും വിദ്യാഭ്യാസം നടത്തുന്ന ആ ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായി ഇവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരുന്നത്. അതിനുശേഷം നിരവധി മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി, നമ്മുടെ കുട്ടികളിലുണ്ടായി, വിദ്യാഭ്യാസ രംഗത്തുണ്ടായി. അതിന്റെ വളർച്ച വീടുകളിലും നമ്മുടെ വീട്ടിലെ കുട്ടികളിലും ഉണ്ടായി. വിദ്യാഭ്യാസത്തെ വളരെ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണാൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മളും അതിനോടൊപ്പം ചേരുകയും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയും വേണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ഷാജഹാൻ, സ്കൂൾ പ്രിൻസിപ്പൽ G അനിൽകുമാർ, രജനി BS തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത തെമ്മല. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ അധികൃതരും മുതിർന്ന വിദ്യാർത്ഥികളും ഉപഹാരങ്ങൾ നൽകിയാണ് നവാഗതരെ സ്വീകരിച്ചത്. തോട്ടം തൊഴിലാളി മേഖലയായ ആര്യങ്കാവിലെ സ്കൂളുകളിൽ വിപുലമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ബലൂണുകളും കളിപ്പാട്ടങ്ങളുമായി അധ്യാപകരും മുതിർന്ന കുട്ടികളും നവാഗതരെ വരവേറ്റു. ആര്യങ്കാവ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ക്ലെമന്റ് ജോൺ അധ്യക്ഷനായി. ആര്യങ്കാവ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഹെഡ്മാസ്റ്റർ ജോർജ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായി. അധ്യാപകരും PTA ഭാരവാഹികളും ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ.
ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പെയർ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെയർ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ മികച്ച തദ്ദേശ ഭരണാധികാരിക്കുള്ള പുരസ്കാരം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പുരസ്കാരം MA രാജഗോപാലിന് സമ്മാനിച്ചത്. ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു മതേതര സംഘവുമായി ഇതിനെ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചതും നല്ല കാര്യമാണ്. മതേതര ബോധത്തെ പ്രകാശിതമാക്കുവാനും മതസൗഹാർദ്ദത്തിന്റെ ആശയങ്ങൾ പ്രകാശിതമാക്കാനും പറ്റിയ ഒരു പുണ്യമാസത്തിലാണ് നമുക്ക് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധമാക്കപ്പെടുന്ന മനസ്സാണ്. കവിയിലെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു ഈ കാലഘട്ടം വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു മഴ ഈ തിളങ്ങുന്ന വരൻ തുടങ്ങിയ ഭൂമിതലത്തിൽ, അതുപോലെ തന്നെ സംഘർഷങ്ങളും സംഘാതങ്ങളും ദുർവികാരങ്ങളും നിറഞ്ഞ മലീമസമായ ലോകത്തെ നനയ്ക്കാൻ ശുദ്ധീകരിക്കാനുമുള്ള ഒരു മഹാധർമ്മമാണ് ഇവിടെ ഈ റമദാൻ കാലത്ത് നടത്തുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കൊണ്ട് തന്നെ ഭക്താദരപൂർവ്വം മനസ്സിനെയും ജീവിതത്തെയും എല്ലാറ്റിനെയും വിശുദ്ധമാക്കുന്ന ഈ പുണ്യനാളിൽ തീർച്ചയായും പുണ്യം നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നാം ആലോചിക്കുന്നു. അത് മതേതര ഭാരതത്തിന്റെ മതേതര സംരക്ഷിക്കാനെ തീർച്ചയാണ്. മികച്ച തദ്ദേശ ഭരണാധികാരിക്കായി നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന് സമ്മാനിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഹൈലാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം MA രാജഗോപാലിന് സമ്മാനിച്ചു. ചടങ്ങിൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് PT റഹീം MLA അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ജലീൽ പുനലൂർ സ്വാഗതം പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫാസുരചന്ദ്ര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അവയ്ക്ക് അംഗീകാരം നേടിയെടുക്കുന്നതിനും MA രാജഗോപാൽ നടത്തിയ പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ പുനലൂരിനായി കാഴ്ചവെക്കാൻ MA രാജഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. പുരസ്കാരം തന്റെ ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നുവെന്ന് മറുപടി പ്രസംഗത്തിൽ MA രാജഗോപാൽ അഭിപ്രായപ്പെട്ടു. ഞങ്ങളെ പോലെയുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ. വലിയ പാടാണ്. നമുക്കിപ്പം
പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ എളുപ്പമാണ്. പക്ഷെ വാഗ്ദാനങ്ങൾ നൽകാനല്ല, വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ ദിശയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നെ പോലെയൊക്കെയുള്ള എളിയ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ എന്നുള്ളത് ഞാൻ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഏറ്റവും അനുയോജ്യനായ വ്യക്തിയിൽ നിന്നാണ് ഞാൻ ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും സംശുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ആരാധ്യനായിട്ടുള്ള ഇതിന്റെ ഞാൻ അങ്ങനെ വളരെ ഒരു നല്ല ചടങ്ങാണ് എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ നരിക്കൽ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. MLA റോഡിന് സമീപത്തെ ഗോഡൌണിലെത്തുന്ന ചരക്ക് വാഹനങ്ങളുടെ അശാസ്ത്രീയ പാർക്കിംഗാണ് ഇവിടെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. പുനലൂർ നരിക്കൽ റോഡിൽ MLA റോഡിന് സമീപത്തായുള്ള ഗോഡൌണിലെത്തുന്ന ചരക്ക് വാഹനങ്ങളാണ് ഈ റോഡിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. 1-2 ചരക്ക് ലോറികൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതോടെ പ്രദേശം രൂക്ഷമായ ഗതാഗതക്കുരുക്കിലാകും. മറ്റ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ചരക്ക് ലോറികൾ മൂലം ഉണ്ടാകുന്നത്. അധ്യയന വർഷം ആരംഭിച്ചതോടെ സമീപത്തുള്ള സെന്റ് തോമസ് സ്കൂളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കൂടിയാകുമ്പോൾ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാവുകയാണ്. അശാസ്ത്രീയമായ ചരക്ക് വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കാനായി അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷനിൽ ഇലക്ട്രിക് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ആലഞ്ചേരി ജംഗ്ഷനിലാണ് അപകടാവസ്ഥയിലായ പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനായി അധികാരികൾക്ക് അപേക്ഷകൾ നൽകിയെങ്കിലും നടപടിയായിട്ടില്ല. പോസ്റ്റിന്റെ ചുവട് ഭാഗികമായി ദ്രവിച്ച നിലയിലാണ്. ഇരുമ്പ് പോസ്റ്റ് ആയതിനാൽ അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ തകർന്നു വീഴുമെന്ന നിലയിലാണ് ഇത് നിൽക്കുന്നത്. അടിഭാഗം പൂർണ്ണമായും ദ്രവിച്ചു പോയിരിക്കുകയാണ്. ഇതിനു മുകളിലൂടെ 11 kV ലൈൻ ഉൾപ്പെടെ നിരവധി ലൈനുകളാണ് കടന്നുപോയിരിക്കുന്നത്. ഇതിന് എതിർദിശയിൽ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ നിരവധി കടകളും ബസ് സ്റ്റോപ്പും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് തകർന്നു വീണാൽ വൻ ദുരന്തമായിരിക്കും സംഭവിക്കുന്നത് എന്നതിൽ സംശയമില്ല. അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാലരുവി വെള്ളച്ചാട്ടം വ്യാഴാഴ്ച മുതൽ സഞ്ചാരികൾക്ക് തുറന്നു നൽകി. കടുത്ത വരൾച്ചയെ തുടർന്ന് കഴിഞ്ഞ ജനുവരി മുതൽ പാലരുവിയിൽ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം കഴിഞ്ഞ ജനുവരി മുതൽ അധികൃതർ നിരോധിച്ചിരുന്നു. എന്നാൽ കാലവർഷം ആരംഭിച്ചതോടെ വ്യാഴാഴ്ച മുതൽ പാലരുവി വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു നൽകി. എന്നാൽ സഞ്ചാരികളുടെ വാഹനങ്ങൾ പാലരുവിയിലേക്ക് കടത്തിവിടുന്നതിന് ഇപ്പോഴും നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. വനസംരക്ഷണ സമിതിയുടെ വാഹനങ്ങളിൽ മാത്രമാണ് സഞ്ചാരികൾക്ക് പാലരുവിയിലേക്കുള്ള പ്രവേശനം. ഇതിനായി 2 മിനി ബസുകൾ തെന്മല ഇക്കോ ടൂറിസം വാങ്ങിയിട്ടുമുണ്ട്. സഞ്ചാരികളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ടിക്കറ്റ് കൌണ്ടറിന് സമീപത്തെ ഗ്രൌണ്ടിൽ സൌകര്യമൊരുക്കി. പാലരുവിയിലെ ഗതാഗതക്കുരുക്കും വാഹനാപകടങ്ങളും ഒഴിവാക്കുന്നതിനായാണ് പാലരുവിയിലേക്കുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. ഇക്കോ ടൂറിസത്തിന്റെ മറ്റു മേഖലകളിലും എല്ലാം ഇതുപോലെ വാഹനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിന്ധുണിയിലും അതുപോലെ കേരളത്തിന്റെ വടക്കോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി അവിടെ ഈ ഇതുപോലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന പറ്റുമെല്ലാം ചെയ്യുന്നത്. അതിലൂടെ നമുക്കൊന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം, പിന്നെ ഈ തിരക്ക്, ട്രാഫിക് ഡെൻസിറ്റി അതൊന്ന് കുറയ്ക്കാം. അതിലൂടെ ഉള്ള ആക്സിഡന്റുകൾ കുറയ്ക്കുവാൻ ഇതിലൂടെ കഴിയാൻ പറ്റും. എന്നാൽ ഇത് സഞ്ചാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ആൾക്കാർക്ക് പോകാനും ഉള്ള വണ്ടി സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ 2 വണ്ടി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് പോയി വരാനുള്ള സൗകര്യം കുറവാണ്. ആൾക്കാർ കൂടുന്നതോറും അവിടെ നിന്ന് പോയി വരാൻ ലേറ്റ് ആകുന്നതാണ് സംഭവം. ഇവിടെ വെയിറ്റ് ചെയ്യും. അവിടെ നിന്ന് വാഹന സൗകര്യം ഇച്ചിരി സുഗമമാക്കാൻ വേണ്ടി ഒരു 2 വണ്ടിയുടെ 4 വണ്ടിയിലും അത്യാവശ്യം ആവശ്യമാണ്. 2 വാഹനങ്ങളിൽ മാത്രം സഞ്ചാരികളെ പാലരുവിയിലേക്ക് കടത്തിവിടുന്നത് പര്യാപ്തമല്ലെന്നാണ് സഞ്ചാരികളുടെ വാദം. പലരും ദീർഘനേരം പാലരുവിയിലേക്ക് പോകുന്നതിനും തിരികെ വരുന്നതിനുമായി കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇത് സഞ്ചാരികളെ ഒട്ടൊന്നുമല്ല വലയ്ക്കുന്നത്. എന്നാൽ ടിക്കറ്റ് കൌണ്ടറിന് സമീപം കാത്തിരിക്കുന്നതിനായി കാത്തിരിപ്പ് കേന്ദ്രങ്ങളോ സഞ്ചാരികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടുന്ന സൌകര്യങ്ങളോ അധികൃതർ ഒരുക്കിയിട്ടില്ല. മുൻപ് പാലരുവിയിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് 25 രൂപയായിരുന്നു. അതും ഇപ്പോൾ 40 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതും സഞ്ചാരികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ന്യൂസ് ബ്യൂറോ, അരിയങ്കാവ്. കശാപ്പ് നിരോധന നിയമത്തിനെതിരെ പത്തനാപുരത്തും പ്രതിഷേധം ശക്തമാകുന്നു. SFI DYFI നേതൃത്വത്തിൽ പത്തനാപുരത്ത് ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കന്നുകാലികളെ മാംസാവശ്യങ്ങൾക്കായി വിൽക്കുന്നത് നിരോധിച്ച
കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പത്തനാപുരത്തും പ്രതിഷേധം ആളിപ്പടർന്നു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ ബീഫ് കറി പാചകം ചെയ്ത് വിതരണം ചെയ്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ കേന്ദ്ര തീരുമാനത്തിനെതിരെ പ്രതികരിച്ചത്. സംഘപരിവാറിന്റെ വർഗീയ അജണ്ട നടപ്പാക്കാൻ കേരളത്തിൽ അനുവദിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. യുടെ കേവലമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുമ്പോൾ നിശബ്ദരായിരിക്കാൻ ഞങ്ങൾ ചെറുപ്പക്കാർ തയ്യാറല്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് SFIയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ കേരളത്തിലും രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ബീഫ് ഭക്ഷണം വെച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കപ്പെടുന്നത്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ കൂച്ചുവിലങ്ങിടുവാൻ ഒരു ഭരണാധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ അടിയറ വയ്ക്കില്ല എന്ന പ്രഖ്യാപനം കൂടിയായിട്ടാണ് SFIയും ഡിവൈഎഫ്ഐയും നടത്തുന്ന ഇത്തരത്തിലുള്ള ഐതിഹാസികപരമായ സമരമാക്കി മാറ്റുന്നതിനുള്ള കാൽവെപ്പ് കൂടിയാണ്. നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ, ആ സാധാരണ ജനങ്ങളുടെ ഭക്ഷണം, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന നിലയിലേക്ക് രാജ്യത്തെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. രാജ്യത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ സ്വാതന്ത്ര്യം പോലും കവർന്നെടുക്കുന്ന തരത്തിലേക്ക് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യത്ത് കടന്നു വരികയാണ്. വിചിത്രമായ നിയമമാണ് രാജ്യത്ത് ജനങ്ങൾക്ക് മേൽ ഭരണകൂടം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതായത് കന്നുകാലികൾ, നമുക്കറിയാം RSS സംഘപരിവാറിന്റെ എല്ലാം ഭാഷയിൽ കന്നുകാലികൾ എന്ന് പറയുന്നത്, പശു എന്ന് പറയുന്നത് ഗോമാതാവാണ്. ആ ഗോമാതാവ് എങ്ങനെ നടക്കണം? ഒരു പശു നടന്നു പോകുമ്പോൾ അത് മറിഞ്ഞു വീഴുകയാണെങ്കിൽ അതിന്റെ ഉടമസ്ഥനായ കർഷകന് കേസെടുക്കുന്ന തരത്തിലേക്ക് പശുക്കൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിലായിരിക്കണം. അവരുടെ കാത് കുത്താൻ പാടില്ല, അവർക്ക് മൂക്കേറിടാൻ പാടില്ല. ബീഫ് ഫെസ്റ്റിൽ പങ്കാളിയാകാൻ പ്രദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി യുവാക്കൾ എത്തിയിരുന്നു. കശാപ്പിനായി കന്നുകാലികളെ കൊലപ്പെടുത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്നും സംഘപരിവാറിന്റെ വർഗീയവും വിഘടനപരവും വിഭാഗീയവുമായ തീരുമാനത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായി പ്രതികരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആരംഭിന്ന 10 ഏക്കർ റോഡരികിലെ പൈപ്പ് പൊട്ടൽ അപകടങ്ങൾക്ക് കാരണമായേക്കും. പൊട്ടിയ പൈപ്പ് ലൈനിൽ നിന്നും ചീറ്റിത്തെറിക്കുന്ന വെള്ളം സമീപത്തെ വൈദ്യുത ലൈനിലേക്കാണ് പ്രവഹിക്കുന്നത്. ആരംഭിന്ന 10 ഏക്കർ റോഡരികിൽ ആരംഭിന്ന ട്രൈബൽ ഹോസ്റ്റലിന് സമീപമാണ് പൈപ്പ് പൊട്ടി വെള്ളം വൈദ്യുത ലൈനിലേക്ക് പ്രവഹിക്കുന്നത്. ഇത് വൻ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ വെള്ളത്തിൽ സ്പർശിക്കുന്നവർക്ക് വൈദ്യുതാഘാതമേക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. പ്രദേശത്ത് പൈപ്പ് പൊട്ടി ഇത്തരത്തിൽ വൈദ്യുത ലൈനിലേക്ക് വെള്ളം പ്രവഹിക്കുന്നത് നിത്യസംഭവമാണെന്ന് പ്രദേശവാസികളും പറയുന്നു. മിക്കവാറും വെള്ളം ടാങ്കിലടിക്കുമ്പോഴത്തേക്ക് സ്ഥിരം ഇത് പൊട്ടി അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അല്ല, അവർ സൗകര്യത്തിനനുസരിച്ച് എടുക്കുന്നുണ്ടോ അതങ്ങനെ കൂടുതലും അങ്ങനെ വരുന്ന അഭിപ്രായം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കും. ലൈവ് വാർത്ത, പുനലൂർ. ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയൻ CITU പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ BSNL ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കശാപ്പ് നിരോധന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന മാട്ടിറച്ചി നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. യൂണിയൻ ഏരിയ പ്രസിഡന്റ് B. സുരേന്ദ്രൻ നായർ അധ്യക്ഷനായി. കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU സംസ്ഥാന പ്രസിഡന്റ് K. രാജഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവർ സ്വീകരിക്കുന്ന ഓരോ നടപടികളും അങ്ങേയറ്റത്തെ അരക്ഷിതത്വവും അനിശ്ചിതത്വവും ജനജീവിതത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. കന്നുകാലികളെ വിൽക്കുന്നതും വാങ്ങുന്നതും കൈമാറ്റം ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് വിവിധ മേഖലകളിൽ ആ രംഗത്തെ തൊഴിലാളികളെ സംബന്ധിച്ചും വ്യാപാരികളെ സംബന്ധിച്ചും മാത്രമല്ല, മാംസാഹാരം കഴിക്കുന്നവരെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള വിപുലമായ ഒരു പ്രത്യാഘാതം അതുണ്ടാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ആർക്കു വേണ്ടിയാണ്? ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും അത് ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്, ഇന്ന പ്രയോജനം അതുകൊണ്ടുണ്ടാവും എന്ന നിലയിൽ ഒന്നും വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. യൂണിയൻ ഏരിയ സെക്രട്ടറി A. നാസർ സ്വാഗതം പറഞ്ഞു. പുനലൂർ നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ, CPM ഏരിയ സെക്രട്ടറി S. ബിജു, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, CITU ഏരിയ സെക്രട്ടറി PS. ചെറിയാൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സജി, ജില്ലാ പ്രസിഡന്റ് G. ആനന്ദൻ, യൂണിയൻ നേതാക്കളായ AR. കുഞ്ഞുമോൻ, J. ഷാജി, KS. പ്രസാദ്, R. സുഗതൻ, R. വിജയൻ, വിജയൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇറച്ചിക്കട തൊഴിലാളികളായ H. നാസർ, ഷാജഹാൻ, ഷെരീഫ്, അഷ്റഫ്, കബീർ,
കരവാളൂർ പൊടി തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. വിരമിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം. പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിലെ ഫോറസ്റ്ററായ രാജുകുട്ടിയുടെ സ്ഥലമാറ്റമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. വിരമിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വനംവകുപ്പ് ജീവനക്കാരന് പ്രമോഷനോടുകൂടി സ്ഥലം മാറ്റം. പത്തനാപുരം റേഞ്ചിലെ ഫോറസ്റ്ററായ C രാജുക്കുട്ടിയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന നഗരംപാറ റേഞ്ചിലെ വാഴത്തോപ്പ് സ്റ്റേഷനിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായി നിയമിച്ചത്. ബുധനാഴ്ച വിരമിക്കാനിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതി ഇറക്കിയ ഉത്തരവ് രാഷ്ട്രീയ സ്വാധീനത്താൽ അതേ ദിവസം തന്നെ മരവിപ്പിച്ചെടുത്താണ് വിരമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ഉത്തരവിറങ്ങിയത്. സംഭവം വിവാദമായതോടെ വനംമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദു ചെയ്യുകയും ജില്ലയിലെ തന്നെ ആര്യങ്കാവ് റേഞ്ചിന്റെ ചുമതല നൽകുകയും ചെയ്തു. പെൻഷൻ ആവുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് പ്രൊമോഷൻ ഓർഡർ ഉണ്ടാക്കുകയും പ്രൊമോഷന്റെ തലേന്ന് 4 മണിക്ക് എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ചെറുതോണി എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ആൾക്കാരുടെ ഇടപെടലുമുണ്ട്, സംഘടനാ നേതാക്കന്മാരുടെ ഇടപെടലുമുണ്ട്, സൂട്ടബിളായിട്ടുള്ള പ്ലേസ് ഉണ്ടായിട്ടും 10 ദിവസത്തേക്ക് മുമ്പ് ഇവിടെ വേക്കൻസി ഉണ്ടായിട്ട് പത്തനാപുരത്ത് നിന്ന് ആളിനെ പോസ്റ്റ് ചെയ്തു. അതിന് പകരം ഇപ്പോൾ ആര്യങ്കാവിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഓർഡർ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇവരുടെ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കരുവാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അഴിമതിക്കെതിരെ, വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചതിൻ്റെ പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ ചില ആൾക്കാരുടെ ചില ഉദ്ദേശങ്ങളാണ് നടപ്പാക്കേണ്ടി വന്നത്. 2 വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ ഡൈ ഹാർനസിൽ ആൾക്കാർ, അതായത് ആശ്രിത നിയമം വഴിയും റാങ്ക് സമ്പ്രദായം വഴിയും അനധികൃതമായി ആൾക്കാർ തിരികെ കയറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷങ്ങൾക്ക് മുമ്പേ കിട്ടേണ്ട ഒരു പ്രൊമോഷൻ പെൻഷൻ ആവുന്നതിന് 2 ദിവസം മുമ്പ് കിട്ടിയിരിക്കുന്നു. 12 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ പത്തനാപുരത്ത് നിന്നും ചെറുതോണി വരെ പോകുന്നതിന് 12 മണിക്കൂർ വേണം. അത്രയും എന്നെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഹൃദ്രോഗിയായത് വനം വകുപ്പിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥന് ഇതേ രീതിയിലാണ് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചില ആൾക്കാരും കളിച്ചത് എന്ന് മാത്രം എഴുതുക. കോൺഗ്രസിന്റെ സംഘടനയായ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച രാജുക്കുട്ടിയോടുള്ള സംഘടനാ വിരോധമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം. വിരമിക്കൽ ദിവസം ആര്യങ്കാവിൽ ഡെപ്യൂട്ടി റേഞ്ചറായി ചുമതലയേറ്റ ശേഷം രാജുക്കുട്ടി ജോലിയിൽ നിന്നും വിരമിച്ചു.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രാദേശിക പത്രപ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായ അശ്വിൻ പഞ്ചാക്ഷരിയെ ആദരിച്ചു. കാര്യറ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകരാണ് ആദരവ് നൽകിയത്. കാര്യറ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനവും കുടുംബസംഗമവും നടന്നു. കാര്യറ പനങ്കുന്ന് മുരളീധരൻ നായരുടെ വസതിയിൽ വെച്ചാണ് യോഗം നടന്നത്. പുരുഷ സംഘം പ്രസിഡന്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ പ്രസ് ഫോറത്തിന്റെ പ്രാദേശിക പത്രപ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പത്തനാപുരം മാധ്യമലേഖകൻ അശ്വിൻ പഞ്ചാക്ഷരിയെ ചടങ്ങിൽ അനുമോദിച്ചു. പുരുഷ സംഘം സെക്രട്ടറി ആർ മുരളീധരൻ നായർ, കെ എസ് ജോർജ്, സുജാതൻ നായർ, രമണൻ, രാജേഷ്, സദാശിവൻ നായർ, ഓമനക്കുട്ടൻ നായർ, ബാലകൃഷ്ണപിള്ള, കൃഷ്ണകുമാർ, ബി കൃഷ്ണകുമാരി, അതുല്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവധിക്കാലത്തിന് വിട. അറിവിന്റെയും പുസ്തകങ്ങളുടെയും ലോകത്തേക്ക് വിദ്യാർത്ഥികൾ. കിഴക്കൻ മേഖലയിൽ ആയിരങ്ങൾ അക്ഷരമുറ്റത്ത് പിച്ചവെച്ചു. പാലരുവി വെള്ളച്ചാട്ടം വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു നൽകി. സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് പാലരുവിയിൽ പ്രവേശനമില്ല. പ്രതിഷേധം ശക്തം. വിരമിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. സ്ഥലം മാറ്റിയത് പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിലെ ഫോറസ്റ്റർ രാജിക്കുട്ടിയെ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.